ഒരിക്കൽ യാത്ര പോയാൽ തിരികെ എത്താൻ കഴിയാത്ത ചില സ്ഥലങ്ങൾ ഭൂമിയിലുണ്ട്. ഇന്ത്യക്കുമുണ്ട് അങ്ങനെയൊരു സ്ഥലം. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ നോർത്ത് സെന്റിനൽ ദ്വീപ്. അതീവ അപകടകാരികളായ സെന്റിനലുകളാണ് ഇവിടെ വസിക്കുന്നത്. കടലിനാൽ ചുറ്റപ്പെട്ട വനനിബിഡമായ ഒരു ചെറിയ ദ്വീപാണിത്. പുറത്തുനിന്ന് എത്തുന്നവരെ ഭയക്കുന്ന ഒരു പ്രാകൃത മനുഷ്യ സമൂഹമാണ് ഇവിടെയുള്ളത്. ഈ ദ്വീപിലേക്ക് ചെല്ലുന്നവരെ ആക്രമിച്ചു വിടുകയാണ് ഇവരുടെ പതിവ്. ഏകദേശം 60,000 വർഷമായി ഇവർക്ക് പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലെന്ന് നരവംശാസ്ത്രജ്ഞർ പറയുന്നു. ഭയം മൂലം ടൂറിസ്റ്റുകൾ പോയിട്ട് മീൻപിടുത്തക്കാർ പോലും ഈ സ്ഥലത്തേക്ക് അടുക്കാറില്ല. 2006 ഇവിടെ എത്തിയ 2 മീൻപിടുത്തക്കാരെ ദുരൂഹമായി കാണാതായതാണ് ഏറ്റവും ഒടുവിൽ പുറം ലോകമറിഞ്ഞ വാർത്ത. താഴ്ന്നു പറക്കുന്ന വിമാനങ്ങളോ ദ്വീപിന് മുകളിലൂടെ വട്ടമിട്ട് പറക്കുന്ന ഹെലികോപ്റ്ററുകളോ കണ്ടാൽ ഇവർ അമ്പെയ്യുകയും കല്ലെറിയുകയും ചെയ്യുകയാണ് പതിവ്. ഇന്ത്യയുടെ ഭാഗമാണെങ്കിലും ഇന്നും ഈ ദ്വീപിലെ ഭാഷയോ ആചാരങ്ങളോ എന്താണെന്ന് പുറം ലോകത്തിന് അറിയില്ല. ഏകദേശം 72 കിലോമീറ്റർ വിസ്തൃതിയിലുള്ള ഈ ദ്വീപ് ആൻഡമാൻ നിക്കോബാറിന്റെ ഭാഗമാണ്. ദ്വീപിനടുത്തേക്ക് വഴിതെറ്റിയെത്തുന്ന സഞ്ചാരികളെയും മത്സ്യത്തൊഴിലാളികളെയും ഇന്ത്യൻ നാവികസേന ദൂരെ നിന്ന് തന്നെ തടഞ്ഞ് തിരിച്ചയക്കും. 1967 സെന്റിനലുകളുമായി ബന്ധപ്പെടാനും അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനുമായി ഇന്ത്യൻ സർക്കാർ നരവംശാസ്ത്രജ്ഞനായ TN പണ്ഡിറ്റിന്റെ നേതൃത്വത്തിൽ ഒരു സംഘത്തിനെ അയച്ചിരുന്നു. സമ്മാനങ്ങളും വസ്ത്രങ്ങളും നൽകി ദ്വീപിലുള്ളവരെ ഇണക്കാൻ ശ്രമിച്ചെങ്കിലും ഇക്കൂട്ടർ ഇണങ്ങാൻ തയ്യാറായില്ല. കൂടാതെ കടൽ തീരത്തെ കൂട്ടമായി വന്ന ഇക്കൂട്ടർ ദൗത്യ സംഘത്തിന് നേരെ പുറംതിരിഞ്ഞു നിന്ന് വിസർജനം ചെയ്യാൻ ശ്രമിച്ചതായി TN പണ്ഡിറ്റ് പറയുന്നു. ഇങ്ങനെ ചെയ്യുന്നത് അതിഥികളെ അവഹേളിക്കാനും ദ്വീപിലേക്ക് ആരും വരണ്ടെന്ന് കാണിക്കാനുമാണെന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. സമ്മാനങ്ങളും വസ്ത്രങ്ങളും ഇക്കൂട്ടരെ പ്രലോഭിപ്പിക്കുന്നില്ലെന്നും അദ്ദേഹം പറയുന്നു. ദ്വീപിലെ ജനസാന്ദ്രത ഉൾപ്പെടെയുള്ള വിവരങ്ങളെക്കുറിച്ചൊന്നും വ്യക്തതയില്ല. ഇവരെക്കുറിച്ചുള്ള യാതൊരു വിവരണവും ഇതുവരെ ശേഖരിക്കാൻ കഴിഞ്ഞിട്ടില്ല. വളരെ എണ്ണപ്പെട്ട സമയങ്ങളിൽ മാത്രമേ ഈ ദ്വീപ് നിവാസികളുടെ ഫോട്ടോ എടുക്കുവാൻ സാധിച്ചിട്ടുള്ളൂ. 2004 ഉണ്ടായ സുനാമിയിൽ ഇവിടെ കാര്യമായ നാശനഷ്ടം ഉണ്ടായെങ്കിലും ഇവർ സുനാമിയെ അതിജീവിക്കുകയാണുണ്ടായത്. സുനാമി രക്ഷാപ്രവർത്തനങ്ങൾക്കായി എത്തിച്ചേർന്ന സുരക്ഷാ സേനയെ അവർ അടുപ്പിക്കുകയുണ്ടായില്ല. ഇന്ത്യൻ സുരക്ഷാ സേന ഹെലികോപ്റ്ററിൽ നിന്ന് ഭക്ഷണ സാമഗ്രികൾ വിതരണം ചെയ്യുന്ന സമയത്ത് പോലും ഹെലികോപ്റ്ററിനെതിരെ ദ്വീപ് നിവാസികൾ അമ്പെയ്ത് വിടുകയാണ് ഉണ്ടായത്. ഒറ്റപ്പെട്ട് ജീവിക്കുന്നതിനാൽ പകർച്ചവ്യാധികൾ പിടിപെട്ട് ഈ സമൂഹം തന്നെ ഇല്ലാതാകാനുള്ള സാധ്യത ഏറെയാണെന്ന് ഗവേഷകർ പറയുന്നു. എന്നാൽ പുറം ലോകത്ത് നിന്ന് എത്തുന്നവരെ നേരിടാൻ ഇവർ അസാമാന്യ കരുത്തും ചങ്കൂറ്റവും പ്രകടിപ്പിക്കുന്നു. വേട്ടയാടിയും മീൻ പിടിച്ചുമാണ് ആഹാരത്തിനുള്ള വക ഇവർ കണ്ടെത്തുന്നത്. ശിലായുഗത്തിന് തുല്യമായ അവസ്ഥയിൽ ജീവിക്കുന്ന ഇവരെ ബന്ധപ്പെടാൻ ഇന്ത്യൻ സർക്കാർ ഒട്ടേറെ തവണ ശ്രമിച്ചുവെങ്കിലും എല്ലാ ശ്രമങ്ങളും പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ഇതിനെ തുടർന്ന് അവരെ അവരുടേതായ രീതിയിൽ തന്നെ ജീവിക്കാൻ വിടുകയായിരുന്നു. ദ്വീപിന് ചുറ്റും 3 മൈൽ ചുറ്റളവിൽ നിരോധിത മേഖലയായി സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ മേഖലയിൽ പ്രവേശിക്കുന്നതും സെന്റിനലുകളുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുന്നതും നിലവിൽ കുറ്റകരമാണ്.